time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. Our time. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever stars. Through it all, the world we face. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. Forever starts. ചിത്തം നിറവേറ
ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവളുടെ വേലയ്ക്ക് വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിംഹത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിനീതരാകുകയും മധുരമനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനേക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളോട് ആദരവുള്ള നിശ്ചിതങ്ങളുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമേടികളെ ഒടിയോ സ്വർണ്ണാഭരണോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശുദ്ധമായ സൗമ്യവും ശാന്തമോ ആത്മാവാകുന്ന ആത്മസൗരത്തിലും അണിഞ്ഞിരിക്കുന്ന ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പരവരന്തങ്ങൾ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിനീതരാകുകയും ചെയ്തിട്ടുണ്ട്. സദാപർവ്വതനാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസ്മരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും അതിന് ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ വലിയ പതനമാണെങ്കിലും ജീവിതകരമായ കൃപയ്ക്ക് തുല്യാവകാശിയാണ്. നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസ
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹമുണ്ടായിരുന്നു. ഈശോയുടെ അമ്മയും അവിടെ സന്നിഹിതയായിരുന്നു. ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞു തികയാതെ വന്നപ്പോൾ ഈശോയുടെ അമ്മ അവിടുത്തോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും വന്നിട്ടില്ല. അവിടുത്തെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവിടുന്ന് നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യൂതന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അവ ഓരോന്നിനും 2-3 കുടം വെള്ളം വീതം കൊള്ളുമായിരുന്നു. ഈശോ അവരോട് അരുളി ചെയ്തു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ വക്കോളം നിറച്ചു. ഇനി കുറച്ച് പകർന്ന് കലവറക്കാരന് കൊടുക്കുവിനെന്ന് അവിടുന്ന് പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായിക്കുന്ന വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ ഭൃത്യന്മാർ അത് അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞാണ് വിളമ്പുക. ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ താങ്കൾ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വച്ചിരുന്നല്ലോ. ഗലീലായിലെ കാനായിൽ ഇത് പ്രവർത്തിച്ച് ഈശോ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജോമോനും ജിസ്മിയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്ത് ഈ ദേവാലയത്തെ നമ്മളെല്ലാവരെയും സാക്ഷിയാക്കി അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സമ്മതം സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെ പേരിൽ ജോമോനും ജിസ്മിക്കും ഒരു നല്ല കുടുംബജീവിതത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഒരാൾക്ക് 2 ദിവസമായിട്ട് നമ്മൾ ഭയങ്കര സ്നേഹം, ദിവസവും 2-3 പ്രാവശ്യം വിളിക്കുന്നു. എല്ലാ പ്രാവശ്യം ഒരേ കാര്യം പറയും. വേറെ ആരല്ല, എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരുടെ അച്ഛനാണ്, ഇറ്റലിയിൽ നിന്നാണ്. ദിവസം വിളിക്കും, 2-3 ദിവസമായിട്ട് വിളിക്കും. എന്താ കാര്യം? ജോ മോൻ്റെ ജിസ്മിനെങ്കില്ല പോകണം. ജോ മോൻ്റെ ജിസ്മിനെ വിളിക്കുമ്പോൾ എല്ലാം പറയുന്നത് ഒരേ ഇതാണ്, അച്ഛനോട് ഒഴിവൊഴിവ് പറയുന്നത്, എന്താ പരിപാടിയാണ് മാറ്റി വെക്കണം, എനിക്ക് വരാൻ പറ്റാത്തതാണ്, ഞാൻ വന്നിട്ടില്ല, അതുകൊണ്ട് അച്ഛൻ പോകണം. ജിബി അച്ഛൻ്റെ മക്കളും ആശീർവാദവും നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ജിബി അച്ഛനോട് ഞാൻ പോയിക്കൊള്ളാം, അന്നേരം ഇവിടെ ഒന്ന് അച്ഛൻ്റെ പുസ്തകത്തോട് പറഞ്ഞേക്കാം, കുഴപ്പമുള്ള കാര്യമില്ല. ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് ജോമോനോടും ജിസ്മിയോടും പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ പിള്ളേർ, ഇന്നത്തെ ആൾക്കാർ നല്ല വിവരമുള്ളവരാണ്. ഒത്തിരി കാലം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയില്ലെങ്കിലും വലിയ പടിയെ പുറത്തൊക്കെ ചോദിച്ച് എല്ലാവരോടും ചോദിച്ചു, ഒരു കുടുംബജീവിതം എങ്ങനെയാണ്, കല്യാണം കഴിക്കണോ വേണ്ടയോ, ആരാണ് കല്യാണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ജീവിക്കേണ്ടത് എന്നൊക്കെ അവർ തന്നെ ഗവേഷണമൊക്കെ നടത്തി. ഇപ്പോൾ ഈ കാലത്ത് പിള്ളേരെല്ലാം ഗവേഷണം നടത്തി തീരുമാനമെടുക്കുന്നവരാണ്. അങ്ങനെ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ്. പക്ഷേ ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് ഒരു ക്രിസ്തീയ കാഴ്ചപ്പാട്, വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് സഭയ്ക്കുണ്ട്. ആ സഭയുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വിവാഹം നമുക്കറിയാം, സഭയ്ക്ക് അതൊരു കൂദാശ, ഒരു 2 പേര് തമ്മിലുള്ള ഒരു തീരുമാനം മാത്രമല്ല, ഒരു കൂദാശ എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷിക്കുന്ന കർമ്മമല്ല കൂദാശയുടെ അർത്ഥം. വിവാഹം ഒരു കൂദാശ, രക്ഷിക്കുന്ന കർമ്മമാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ ദൈവത്തിലേക്ക് കൽപ്പിക്കാൻ വേണ്ടി സഭയിലിങ്ങനെ കൂദാശമാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മാമോദീസ തരുന്നുണ്ട്. നമ്മളെ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ മാമോദീസ തരുന്നുണ്ട്. പിന്നെ ആ വിശ്വാസം അടിവരച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സ്ഥൈര്യലേവനം തരുന്നുണ്ട്. നമ്മളെ ആത്മാക്കളെ, നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് വിശുദ്ധ കുർബാന തരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വിവാഹം എന്ന കൂദാശയെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഇത് സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് പറയാം. എന്താണ്? നിങ്ങളെ രക്ഷപ്പെട്ട നിങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുന്നവരായി. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്, കൊടുക്കുന്ന സ്നേഹം. കൊടുക്കുന്തോറും നിങ്ങൾ അധികമായി സന്തോഷമുണ്ടാകുന്ന, കൊടുക്കുന്തോറും നിങ്ങൾക്ക് സന്തോഷം തരുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ
അങ്ങനെ ഒരു സ്നേഹത്തിൽ പരസ്പരം സ്നേഹം പകർന്നുകൊണ്ട്, പരസ്പരം കൊടുത്തുകൊണ്ട്, പരസ്പരം സഹിച്ചുകൊണ്ട്, പരസ്പരം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മൾ അങ്ങനെയുള്ള സ്നേഹത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മളെ ചെയ്യുന്നത്. ഇതൊരു ദൈവിക പദ്ധതിയാണ്. കുടുംബജീവിതം, വിവാഹം, കുടുംബജീവിതം ഒരു ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ടാണ് ജോമോന്റെ ജീവിതത്തിൽ ഒത്തിരി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടായി. ജിസ്മിയുടെ ജീവിതത്തിലും ഒത്തിരി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്കറിയില്ല നിങ്ങൾ നമ്മൾ എത്ര നാളായി പരിചയമാണ്. പക്ഷേ ജോമോന് വേറെ ആരോടും തോന്നാത്ത ഒരു സ്നേഹം, വേറെ ആരോടും തോന്നാത്ത ഒരു അടുപ്പം ജിസ്മിയോട് തോന്നി. ജിസ്മിക്ക് മറിച്ച് അതേപോലെ തന്നെ വേറെ ആരോടും തോന്നാത്ത ഒരു സ്നേഹം, വേറെ ആരോടും തോന്നാത്ത ഒരു അടുപ്പം ജോമോനോട് തോന്നി. അതാണ് ഈ നിങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിവാഹം ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നടക്കുന്നത്. ഇവിടെയുള്ളതല്ല, നിങ്ങളുടെ പദ്ധതിയല്ല. നിങ്ങൾ കുറേ അന്വേഷിച്ച് കാണും, കുറേ കല്യാണം അന്വേഷിച്ച് കാണും, അവിടെ പോയി കാണും, ഇവിടെ പോയി കാണും, ശരിയാകില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ എത്ര നോക്കിയാലും ശരിയാവില്ല. അങ്ങനെ പോയാൽ എങ്ങനെ പോയാലും ശരിയാവില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണെങ്കിൽ, ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയാലും മതി, ഒറ്റ പ്രാവശ്യം. അതൊരു വാരിയലിൻ്റെ ബന്ധം. നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകാത്ത, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു ബന്ധമാണ്. ചില ബന്ധങ്ങൾ അങ്ങനെ. ഇതൊരു വാരിയലിൻ്റെ ബന്ധമാണ്. എന്തുകൊണ്ടാണ് ജിസ്മി ജോമോനെ ഇഷ്ടപ്പെട്ടതെന്ന് ജോമോൻ ജിസ്മിയെ ഇഷ്ടപ്പെട്ട അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പതിവ് പറയും. എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നല്ല, നമ്മൾ ബൈബിളിൽ പിന്നെ പഴയ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ദാവീദ് രാജാവാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കഥയാണ്. അപ്പോൾ പ്രവാചകൻ അവരെ വീട്ടിൽ ചെന്നു. അപ്പോൾ പറഞ്ഞു, ഇതാണ് കാരണം, ഞാൻ വന്നിരിക്കുന്നത് അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കാനാണ്, ഇസ്രായേലിന് വേണ്ടി അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കേട്ട ജെസ്സെ ഉടനെ വിളിച്ചു, നല്ല മൂത്ത മകനെ വിളിച്ചു. അവൻ രാജാവാകാൻ പോകുന്നല്ലേ, അപ്പോൾ രാജാവിന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ് അവനറിയാം. ബസ്സിനുണ്ടായിരിക്കണം, ഒരു ആയുധ പോരാട്ടങ്ങൾ വീരനായിരിക്കണം. അങ്ങനെയുള്ളവൻ ഒന്നാമത്തവനെ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടും രാജാവാകാൻ യോഗ്യനാണ്. എൻ്റെ മക്കളിൽ നല്ല രാജാവാകാൻ യോഗ്യതയുള്ള ഒരാളാണ് ദൈവം. പ്രവാചകൻ സാധനം പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് പറഞ്ഞു, അത് ശരിയാണ്, ഇവനല്ല. അപ്പൊ ജെസ്സെ അടുത്ത ആളെ വിളിച്ചു നോക്കി. അവന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു, ഇവന് കുറേ ഗുണങ്ങളുണ്ട്, ഇതുകൊണ്ടായിരിക്കും. അപ്പൊ ജെസ്സെ ഇതല്ല ആള്. അടുത്ത ആളെ വിളിച്ചു. അങ്ങനെ അവസാനം ഇനി ജെസ്സെ പറഞ്ഞു, ഇനി ആർക്കില്ല, ഇനി ആകെപ്പാടുള്ളത് ഒരാളെ. അവൻ ഒരാട്ടിടെയാണ്. രാജാവാകാൻ വേണ്ട ഗുണങ്ങളൊന്നും അവനില്ല. മനുഷ്യന്റെ കണ്ണിൽ, എൻ്റെ കണ്ണിൽ രാജാവാകാൻ വേണ്ട ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അവനെ വിളിക്കാൻ കേൾക്കാൻ വന്ന് അതിനെ കണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ പറഞ്ഞു, ദൈവം ഇവനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ദൈവം ഇവനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ജെസ്സെ എന്തുകൊണ്ടാണ് ഇവനെ തെരഞ്ഞെടുത്തത്? ഇവന് മസിലില്ല, ആയുധ തലയിൽ വിദ്യാഭ്യാസമില്ല, ഒരു ഇതില്ല, അവനൊരു യോദ്ധാവല്ല, അവനെന്ത് ക്വാളിറ്റിയാണ്? അന്നേരം പറഞ്ഞ സാമുവേൽ പറഞ്ഞൊരു ചെറിയ അവൻ്റെ കണ്ണ് നീലക്കണ്ണാണ്. ഒരു രാജാവാകാൻ വേണ്ട ക്വാളിറ്റിയാണ് നീലക്കണ്ണ്. ഒരു രാജാവാകാൻ വേണ്ട ക്വാളിറ്റി നീലക്കണ്ണാണ്. അങ്ങനെ ഒരു സെലക്ഷനിലാണ് നമ്മുടെ ജോമോനും ജിസ്മി എന്നുള്ളത്. എന്താണ് ക്വാളിറ്റി എന്ന് വെച്ചാൽ അവരെ നിങ്ങൾക്ക് ഒഴിവെന്ന് പറയും. പക്ഷെ ആ ബന്ധം ഒരു ദൈവിക ബന്ധമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം പൂർണ്ണമാക്കാനും വേണ്ടിയാണ്. അതാണ് രക്ഷിക്കപ്പെടാൻ പറഞ്ഞത്. ജോമോന്റെ ബലഹീനതകൾ ജിസ്മി അവന്റെ ശക്തിയായിരുന്നു. ജിസ്മിയുടെ ബലഹീനതകൾ ജോമോൻ അവന്റെ ശക്തിയായിരുന്നു. അവിടെയാണ് നമ്മൾ പൂർണ്ണരാകുക. ജോമോനും ജിസ്മി ദൈവം തെരഞ്ഞെടുത്ത് എന്തെങ്കിലും ഇങ്ങനെ സെലക്ഷൻ ഭയങ്കര പൊക്കമില്ല. ഇവർക്ക് രണ്ടും കുറേ പൊക്കമുള്ളത് കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ, ഒരാൾ ഭയങ്കര വർത്തമാനം പറയുന്നുണ്ട്, മറ്റേ ആള് മിണ്ടാതെ, ഒരാൾ ഭയങ്കര ബിസ്കൻ, മറ്റേ ആള് ധാരാളം. നിങ്ങളത് എങ്ങനെയാണ്? നിങ്ങൾ രണ്ടും നല്ല ജോലികളാണ്, നല്ല മക്കൾസാണ്. അതുകൊണ്ട് ആ കുഴപ്പമില്ല. പക്ഷെ പറയാണ്, നിങ്ങൾക്ക് അനുയോജ്യരായ ഒരാളെയാണ് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അനുയോജ്യരായ ഒരാളെ ദൈവം കണ്ടുപിടിച്ചത്. നിങ്ങൾ കുറേ അന്വേഷിച്ചിട്ടുണ്ട്, അത് അന്വേഷിക്കാനാണ് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് അനുയോജ്യനായ ഒരു പങ്കാളിയാണ്. അതുകൊണ്ട് നിങ്ങൾ പങ്കാളിയെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ പങ്കാളിയെ വെച്ചാൽ മറ്റവർ ആ ആളോട് ഈ ആളോട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അയാളും ഇയാളും അല്ല നിങ്ങളുടെ പങ്കാളി. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് സഹായം നൽകാൻ പറ്റുന്ന
നിങ്ങളുടെ വേദനകൾ നിങ്ങളോട് കൂടെ നിൽക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾക്ക് ശക്തിയാകാൻ പറ്റുന്ന പങ്കാളികൾ, യോജിച്ച പങ്കാളികളാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കേണ്ടത്? ആ ഒരു സ്നേഹവും ആ സ്നേഹബന്ധം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു ബഹുമാനം മനസ്സിലുണ്ടായിരിക്കും. ഫസ്റ്റ് എഡിങ് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ സാറാണ് അവർ ഭാര്യയോട് ബഹുമാനം ഉണ്ടായിരുന്നു. അല്ല, സ്നേഹം മാത്രമല്ല, ബഹുമാനം. ബഹുമാനം എന്ന് പറയുമ്പോൾ ഒരു ആദരം. അവൾ എന്നേക്കാളും എന്തൊക്കെയോ മുമ്പിലാണ് എന്നെ സഹായിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ, എന്നോട് കൂടെ ചേർത്ത് നിൽക്കാൻ ദൈവം തന്നിരിക്കണം. അതുകൊണ്ട് ആ ഒരു സ്നേഹം മാത്രം പോരാ, എന്നേക്കാൾ ഇച്ചയുടെ മുമ്പിലാണ് നമുക്കൊരു ബഹുമാനം വേണം. അതേപോലെ ജിസ്മിക്കും വേണം ജോമോനോട് ബഹുമാനം. അങ്ങനെ പരസ്പരം ബഹുമാനമുള്ളപ്പോഴാണ്, പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ കഴിയുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മതിപ്പുള്ളതാണ്. നമുക്ക് ജോമോന് ജിസ്മിയോട് മതിപ്പുണ്ടാണ്, ജിസ്മിക്ക് ജോമോനോടൊരു മതിപ്പുണ്ടാകും. നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ കോവിഡ് പഠിപ്പിച്ച കുറേ നിയമങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ മാസ്ക് വെക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മാസ്ക് ഉണ്ടാകും. ജോമോൻ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ജോമോൻ ഇഷ്ടമില്ലായ്മ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ജിസ്മിയോട് പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. എന്നാൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അഭിനയിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാസ്ക് വെച്ച് അഭിനയിച്ചിട്ട് ജിസ്മി എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം ജിസ്മിയോട് പങ്കുണ്ടാവും. അതേപോലെ ജിസ്മിയും പരസ്പരം പങ്കുവെക്കണം, തുറന്ന് പറയണം. ഒന്നും കഴിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് മുതലാണ് ജീവിതം തുടങ്ങും. ഇന്നലെ വരെയുള്ളവർക്കൊന്നും അല്ല, ഇന്ന് മുതലാണ് നിങ്ങളുടെ സ്റ്റോറി ഇപ്പം തുടങ്ങുക. നിങ്ങളുടെ ഹിസ്റ്ററി പഴക്കതയാണ്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതല്ല, നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് നയിക്കണം. ഇന്നലെ വരെ എന്ത് ചെയ്തു, ഇന്നലെ വരെ ജോമൻ എന്ത് ചെയ്തു, അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ വരെ ജസ്മി എന്ത് ചെയ്തു, അതല്ല അന്വേഷിക്കുന്നത്. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചെഴുതുന്ന സ്റ്റോറിയാണ് നിങ്ങളുടെ ഹിസ്റ്ററി ആകുന്നത്. ഇന്ന് മുതലാണ് നിങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്നത്, ഇന്നലെ മുതലാണ്. അപ്പം ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് തിരിച്ചു. പിന്നെ രണ്ടാമത്തെ നിയമമാണ് കൈ കഴുകണം. അല്ലേ? കൈ കഴുകണം. നിങ്ങളുടെ ജീവിതത്തിൽ കൈ കഴുകും. എപ്പോഴാണ് നമ്മൾ കൈ കഴുകുന്നത്? എന്തെങ്കിലും ഒരു തോൽവി വരുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൈ കഴുകും. അത് എല്ലാ വീട്ടിലല്ല, അത് നിന്റെ നീ കാരണമായി ഇങ്ങനെ ഉണ്ടായത്, നീ കാരണമായി ഇങ്ങനെ ഉണ്ടായത്. നമ്മൾ മനുഷ്യ കുടുംബത്തിൽ മാതാവിൻ്റെ വിലാസത്തിലേക്ക് കഥകളോട് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെ ഒന്നിച്ചു പോയെന്നറിയാം. മാതാവിന് മാലാഖ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഈശോയുടെ അമ്മയാകാൻ പോവാണ്. ജോസഫിന് അറിയില്ല, സ്വപ്നത്തിലാവാം മാതാവ് എന്ന് പറയും. പക്ഷെ അങ്ങോട്ടൊന്നും പരിഭവമൊന്നുമില്ല. പ്രസവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ജോസഫിനോട് മാലാഖ എന്ന് പറയുന്ന ഉറക്കത്തിൽ ഇപ്പോഴും കുഞ്ഞിനെ എടുത്ത് ഈജിപ്തിനോട് പൊക്കോളാം. ജോസഫ് മാതാവിനെ വിളിച്ചെടുക്കുമ്പോൾ മാതാവ് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു. മാതാവ് പറയുന്നില്ല, എന്നോട് ആ ദൈവദൂതൻ എന്നോടൊന്നും പറഞ്ഞില്ല, ഇപ്പോഴും പോകാറില്ല. ദൈവദൂതൻ എന്നോടൊന്നും പറയട്ടെ, എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്പരം പലപ്പോഴും വഴക്കുണ്ടാകുന്നു, ഭിന്നതകളുണ്ടാകുന്നു. ഞാൻ അറിയണം, ഞാൻ ചെയ്യണം, എന്നോട് ചെയ്യണം, എന്നോട് പറയണം എന്നാണ്. നമ്മളൊരു കാര്യം ജോമോനോട് പറഞ്ഞാലും ജിസ്മിയോട് പറഞ്ഞാലും ഒരേ പോലെ. ആരോടൊക്കെ ഒരാളോട് പറഞ്ഞാൽ മതി, ഒരാളോട് പറയുന്നത് 2 പേരോട് പറയുന്നത്. നിങ്ങൾ കൈ കഴുകരുത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ, വിജയങ്ങളുണ്ടാകുമ്പോൾ കൈ കഴുകരുത്, കുറ്റപ്പെടുത്തരുത്. അങ്ങനെയാകില്ല. പരാജയങ്ങളാണെങ്കിൽ 2 പേരും സന്തോഷത്തോടെ സ്വീകരിക്കണം, പ്രശ്നങ്ങളാണെങ്കിൽ 2 പേരും സന്തോഷത്തോടെ സ്വീകരിക്കണം. അങ്ങനെ പോകുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുക. പിന്നെ ഒന്ന് സാമൂഹിക അകലം പാലിക്കണം. നിങ്ങളുടെ ഇടയ്ക്ക് സാമൂഹിക അകലം പാടില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ഫേസ്ബുക്കിൻ്റെ IDs, പാസ്വേഡ്, മൊബൈൽ പാസ്വേഡ് ഇതൊന്നും വേറെ ആയില്ല. 2 പേരും പറയണം. ഒരൊറ്റ മൊബൈൽ മതി, മൊബൈൽ പലതാണെങ്കിലും പാസ്വേഡ് ഒന്ന് മതി. അങ്ങനെയായിരിക്കും. നിങ്ങൾ ഒളിച്ചു വെക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് പേടിയുണ്ടാകും. ഒളിച്ചു വെക്കാൻ എന്തൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടി വരിക, നമ്മൾ കഷ്ടപ്പെടേണ്ടി വരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാതെ പരസ്പരം ഓപ്പണായിട്ടുള്ള ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം, സമാധാനം ഉണ്ടാകും. അപ്പം നമ്മളെന്താ സുവിശേഷത്തിൽ കാണുന്നത്, അവിടെ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ, അവിടെ ഒരു വിവാഹത്തിൽ വീട്ടിൽ തീർന്നു പോയപ്പോൾ മാതാവ് ഇടപെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഇടപെടണമെങ്കിൽ മാതാവിനെ ദൈവത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചിരിക്കുന്നു. അവരെ വചനം നമ്മൾ പറയുകയാണ്, യേശു അവൻ്റെ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അവൻ്റെ ക്ഷണമുണ്ടാകണം, മാതാവിനും ക്ഷണമുണ്ടാകണം, ഈശോയ്ക്കും ക്ഷണമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ എപ്പോഴും
ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കുടുംബങ്ങളിലാണ് ഈശോ പറഞ്ഞത്. അങ്ങനെ ദൈവത്തിൻ്റെ അങ്ങനെ ദൈവത്തിൻ്റെ സന്തോഷമുള്ള കുടുംബങ്ങളാണ് ദൈവം നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ നല്ല ദൈവത്തിൻ്റെ സന്തോഷമുള്ള ഈ ദൈവം സന്തോഷിക്കുന്ന ദൈവത്തെ ആദരിക്കുന്ന നല്ല കുടുംബമാകാൻ നല്ല മംഗളമായ വിവാഹം നിങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെ നാമത്തിൽ. ആദിയിൽ പുരുഷന് ജീവിത ശക്തിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ എന്നിൽ ചൊരിയണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അൽഫോൻസായെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അൽഫോൻസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹം പഠിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പലതുകളും ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണത്തിലെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഉണർന്നിരിക്കുന്ന ഈ താലി ദയാപ്രകാശിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം ശ്രദ്ധിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുകയും മോചനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ നിസ്സർവസ്വത്താൽ മനുഷ്യാത്മാവിനെ കൈവരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രങ്ങളോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും നിന്ന് ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. യേശുദാസൻ
വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധമായ പൗരനും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വകീയ മണമുറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായി
the dark and deep. It's where you found what you were made of. I see you when you're stretching oh so far, just to reach me, just to reach me. Turn your heart to me, child, always, and trust your life to me, child, always. As comets fly through outer space, you feel your life has become weightless. I will find you when you're oh so far. I will catch you, yes, I will catch you. Turn your heart to me, child, always, and trust your life to me, child, always. Yearn for the place you've never been. Yearn for the light that casts the shadows all around you. Yearn for the place you've never been. Yearn for the light that's all around. Ladies and gentlemen, let's put our hands together. Happy and charming as they are now, we all wish you years a wonderful life together as you step into a dream come true moment. As for the Holy Bible, in the book of Genesis we read, the Lord God said, it is not good for man to be alone. I will make a helper suitable for him. Dear Jomo and Disney, you are here, not because you met once and fell in love, never because your family finds each other. It's purely the plan of Almighty God. That you all deserve and are indeed meant to be together on this lovely occasion. On behalf of everyone gathered here, I wish you all the success and growing life together. Really happy. ഒരു രണ്ട് വാക്ക് എല്ലാവരോടും സംസാരിക്കുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ സമയം കണ്ടെത്തി ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഓരോരുത്തരോടും എൻ്റെ നിശ്ചയത്തിലുള്ള കൃതജ്ഞത നന്ദി കടപ്പാട് അറിയിക്കാൻ ഉപയോഗിക്കുകയാണ്. നന്ദി. തിരിച്ചറിയുകയും സമൂഹത്തെയും കുടുംബങ്ങളെയും ഒക്കെ സാക്ഷി നിർത്തുകയും ജോമോനും ജിസ്മിയും ഈശോയുടെ നാമത്തിൽ വിവാഹമെന്ന കൂടാശയിലൂടെ ഒന്നായിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സന്തോഷം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാവർക്കും നല്ലൊരു നിറഞ്ഞ കൈയ്യടി ജോമോനും ജിസ്മിക്ക് നൽകാം. I feel this change is incomplete without your family. The reason behind what you have today and what you are today. So ഇതിന്റെ ഭാഗമാകാൻ ജോമോനെയും ജിസ്മിയുടെയും ഫാമിലിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായി ജോമോന്റെ ബ്രദർ ആൻഡ് ഹിസ് സ്പൗസ് ജെയ്മോൻ രാജു ആൻഡ് എൽസ ജെയ്മോൻ എന്നിവരെ
അടുത്തതായി ജിസ്മിയുടെ കുടുംബത്തെയാണ് ക്ഷണിക്കുന്നത്. ജിസ്മിയുടെ അച്ഛൻ ചാണ്ടി വിജയ്, അമ്മ നീലാമ അലക്സ് എന്നിവർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഹർ സ്പൗസ് ജിനോ മാത്യു എന്നിവർ വേദിയിലേക്ക് വരണം. സുസ്മിയുടെയും ജിനോയുടെയും മക്കളായ ജിയാൻ, ജെസെ, ജെഫ്രിൻ ആൻഡ് ജെയ്ലൻ ഇവരെയും ഞാൻ വേദിയുടെ ഭാഗമാകാൻ ക്ഷണിക്കുന്നു. രാമപുരം ഏരിമറ്റത്തിൽ രാജു മാത്യു, ലിസി രാജു ദമ്പതികളുടെ മകനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ടുപേരും നമ്മളോടൊപ്പം ഇല്ല. അവർ ഇരുവരും ഇപ്പോൾ ഈശോയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ ഈ ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ജോമോൻ ഇപ്പോൾ കിറ്റക്സിന്റെ ഓട്ടോമേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. ജോമോന് ഒരു സഹോദരനാണുള്ളത്, ജെയ്മോൻ രാജു. ഹി വർക്ക്സ് ആസ് സൂപ്പർവൈസർ ഇൻ കിറ്റക്സ് ലിമിറ്റഡ് ആൻഡ് ജെയ്മോന്റെ വൈഫ് എൽസ ജെയ്മോൻ എൽസിയിൽ കിറ്റക്സിൽ തന്നെ ജോലി ചെയ്തു വരികയാണ്. They blessed with 2 kids, Zeron and Iva Maria. ഇനി ബ്രൈഡിലേക്ക് വരികയാണെങ്കിൽ ബ്രൈഡ് ജിസ്മി അലക്സ് കട്ടക്കായ കുടുംബത്തിലെ അംഗമാണ്. ജിസ്മിയുടെ അച്ഛൻ ചാണ്ടി വിജയ്, അമ്മ ലീലാമ അലക്സ്. പിന്നെ ജിസ്മിക്ക് ഒരു സഹോദരിയാണുള്ളത്, സുസ്മി അലക്സ്. സുസ്മിയുടെ ഹസ്ബൻഡ് ജിനോ മാത്യു, ഹി ഈസ് റണ്ണിംഗ് എ സൂപ്പർ മാർക്കറ്റ്. ഇവർക്ക് 4 മക്കളാണുള്ളത്, ജിയാൻ, ജെസെ, ജെഫ്രിൻ ആൻഡ് ജെയ്ലൻ. It's a beautiful night. We're looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares, baby? I think I wanna marry you. Well, I know this little chapel on the boulevard we can go. No one will know. Oh, come on, girl. Who cares if we're trash? Got a pocket full of cash we can blow. Shots of Patrol, and it's on, girl. Don't say no, 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 no. Just say yeah, 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 yeah. And we'll go, 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 go. If you're ready, like I'm ready. 'Cause it's a beautiful night. We're looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares, baby? I think I wanna marry you. Oh, I'll go get a ring, let the choir bells sing like ooh. So what you wanna do? Let's just run, girl. If we wake up and you wanna break up, that's cool. No, I won't blame you. It was fun, girl. Don't say no, 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 no. Just say yeah, 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 yeah. And we'll go, 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 go. If you're ready, like I'm ready. 'Cause it's a beautiful night. We're looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares, baby? I think I wanna marry you. Just say I do. Tell me right now, baby. Tell me right now, baby. Baby, just say I do. Tell me right now, baby. Tell me right now, baby. Baby, oh, it's a beautiful night. We're looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice?
head, aiming for the stars against the sky. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. Eyes open wide and the world is before us. We are the sound of a beautiful chorus, holding to the feeling, you and I. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. We have everything we need and we know we were made for this adventure and we were made to go. We'll light up. We'll light up. Aiming for the stars against the sky. When we are together, we are bright. We'll light up. We've been waiting for this moment to come. We were made for this adventure. We feel it in our blood. We'll light up. We have everything we need and we know we were made for this adventure and we were made to go. We'll light up. We'll light up. We'll light up. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain. It's your constant love that gives me strength. Under the starlight, we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something.
It's your love, I know, that gives me strength. Hold me close, never let go. Take my heart, my body and my soul. Let's write a story where love's every line on the page. So won't you hold me close and never let go? Amen. I found you, you found me. Oh darling, I've been praying to someone, praying for someone like you. Amen. You're my missing piece. Oh darling, I've stopped praying for someone since you came along. So amen. You're all I need, I hope that you know. Like the sun will rise and rivers will flow, I'll be there when you need me, and all of the moments you don't. You're all I need, I hope that you